Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഞാനൊരു സാധനം മേടിച്ചു. എന്താണെന്നല്ലേ, ഒരു എയർ ഫ്രയർ ആണ്. എയർ ഫ്രയർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കാതെ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാനും വറുക്കാനും ബേക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനത് കാണിക്കാൻ പുറകെ തന്നെ അപ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. ഇതിൻ്റെ പേര് എയർ ഫ്രയർ ആണ്. ഇതിൻ്റെ ഒരു കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ബഗോട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പേര്. ഇത് 3.5 ലിറ്ററോളം ഉള്ള ഒരു എയർ ഫ്രയർ ആണ്. എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് ഇറച്ചി, മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഏറ്റവും, അത് മാത്രമല്ല ഇപ്പോൾ ഡയറ്റൊക്കെ ഒത്തിരി നടക്കുന്ന സമയമല്ലേ, അപ്പോൾ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ പറ്റുന്ന ഒരു എയർ ഫ്രയർ ആണിത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു 3.5 ലിറ്ററിൻ്റെ എയർ ഫ്രയർ ആണ്. പിന്നെ ഇതിന് ഡിജിറ്റൽ LED ടച്ച് സ്ക്രീനുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. സ്വിച്ചോ ബട്ടണോ ഒന്നുമല്ല, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് സ്ക്രീനാണ്. അതുപോലെ തന്നെ 6 കുക്കിംഗ് ഓരോ പ്രീസെറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട്. പിന്നെ തന്നെ സ്വിച്ച് ഓഫ് ആവും. നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ സ്വിച്ച് ഓഫ് ആവും. പിന്നെ ഇതിനൊരു നോൺ സ്റ്റിക്ക് ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ 1500 വോട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാസ്ക്കറ്റ്. ഈ മൊത്തം സംഭവത്തിനുള്ളത് ഈ ഒരു ബാസ്ക്കറ്റാണ്. ഈ ബാസ്ക്കറ്റിൽ ആ കാണുന്ന ഒരു ബട്ടൺ നമ്മൾ ഫ്രണ്ടിലോട്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റ് അങ്ങ് പൊന്തിപ്പോരും. അപ്പോൾ ഈ ബാസ്ക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ നമ്മുടെ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും അല്ലെങ്കിൽ ചിപ്സൊക്കെ ആണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ വെളിച്ചെണ്ണ, എണ്ണയുടെ ഒക്കെ ഒരു പ്രശ്നം ഉള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിനൊന്നും ഒട്ടും നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ അത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ ഇതിനകത്താണ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്താണ് നമ്മൾ ഇറച്ചി, മീനൊക്കെ നമ്മൾ വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ടച്ച് സ്ക്രീനാണ്. കണ്ടോ, ഇതിനകത്ത് ഓൺ ബട്ടൺ ഉണ്ട്, ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ പല മോഡുകളുണ്ട്. ഇപ്പം നമുക്ക് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു മോഡ്, ചിക്കൻ വറുക്കാൻ അതിനൊരു മോഡുണ്ട്. എന്തായാലും ഇപ്പം ഞാൻ കുറച്ച് ചിക്കൻ വറുത്ത് കാണിച്ചു തരാം. ഞാനിവിടെ നമുക്ക് നമ്മുടെ നാടൻ രീതിയിൽ കുറച്ച് മസാലകളൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലൈനർ ഇടാണ്. ലൈനറിന് ഒരു ബട്ടർ പേപ്പർ ആവാം, ഫോയിൽ പേപ്പർ ആവാം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഇട്ടിട്ട് അതിൻ്റെ മേലെ ചിക്കൻ നമ്മൾ മസാല പുരട്ടിയതൊന്ന് ഞാൻ വെക്കുകയാണ്. വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ചിക്കൻ വെക്കുക, ഇത് തിരിച്ച് അതിനകത്തോട്ട് കയറ്റി വെക്കുക, നമ്മൾ ടൈം സെറ്റ് ചെയ്യുക. ആ കറക്റ്റ് ടൈം ആകുമ്പോൾ അത് ബീപ്പ് ചെയ്യാൻ തുടങ്ങും. അതൊരു ഒച്ച കേൾപ്പിക്കും. അന്നേരം വരിക, അത് പുറത്തെടുക്കുക, കഴിക്കുക. ഇതിനകത്ത് നമുക്ക് ഒരു തുള്ളി പോലും എണ്ണ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും എണ്ണയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ആ ബട്ടർ പേപ്പറിനകത്ത് കിടന്ന് നമുക്കത് വളരെ ഉണങ്ങി പിടിച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും എല്ലാ എണ്ണയും ഉരുക്കിയിട്ടാണ് നമുക്കത് കഴിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഇതിനകത്തൊന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം പൗൾട്രി എന്നുള്ളതാണ് ചിക്കൻ്റെ. അപ്പോൾ അതിൻ്റെ നമ്പർ 5 ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബട്ടൺ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യുവാണ് കേട്ടോ. ഒന്ന് ഓൺ ചെയ്തു. അപ്പോൾ എല്ലാ ലൈറ്റുകളും കത്തി. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു 3 ബട്ടൺ 3 വരകൾ കാണുന്നില്ലേ, അതാണ് നമ്മുടെ ഓരോ പ്രീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ഒരു ബട്ടണാണത്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ നമ്പർ വരും. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ ആ നമ്പറിലോട്ടൊന്ന് സെറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്കതൊന്ന് ഒരു പ്ലേ ബട്ടൺ, രണ്ടാമത്തെ ബട്ടൺ, നടുക്കത്തെ പ്ലേ ബട്ടൺ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ഡിഗ്രിയാണ്, എത്ര മിനിറ്റ് ആണെന്നുള്ളത്. പക്ഷേ ഈ മിനിറ്റ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു ശബ്ദം കേൾപ്പിച്ച് തരാം. എത്രമാത്രം ശബ്ദം കുറവാണെന്നുള്ളതൊന്ന് ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ കണ്ടോ, വളരെ കുറച്ചുള്ള ശബ്ദം മാത്രമേ അത് കേൾപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനി ഇത് നമുക്ക് ഓരോ സമയം കഴിയുന്തോറും ഇത് പുറകിലോട്ട് വരും. ഇപ്പോൾ നമ്മൾ 15 മിനിറ്റാണ് വെച്ചത്, അതിങ്ങനെ കുറഞ്ഞ് 14, 13 അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ, ഒരു ലാസ്റ്റ് 0 എത്തുമ്പോൾ അത് പതുക്കെ ഒരു ശബ്ദം അടിക്കാൻ തുടങ്ങും. അത് ഞാൻ കേൾപ്പിക്കാം.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറന്നു പോയാലും കുഴപ്പമില്ല, അതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അടുത്ത് ഓടി വരാൻ പറ്റും നമുക്ക്. അപ്പോൾ അതാ ഞാനിതൊന്ന് പുറത്തെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഈ KFC ചിക്കനൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. അതുപോലെ നമ്മുടെ മസാല പോലും നല്ലതുപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഒട്ടും തന്നെ എണ്ണയില്ല. ഇനി നമുക്ക് കാണാം നമ്മൾ ആ ചിക്കൻ വെച്ചിരുന്ന സ്ഥലത്തൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുവാണ്, എണ്ണയൊക്കെ അങ്ങ് കട്ട പിടിച്ചിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ വയറ്റിനകത്ത് ചെല്ലില്ല. ഇതുപോലെ തന്നെ നമുക്ക് മീൻ, ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ആ ഒരു പേപ്പർ എടുത്ത് പുറത്തെടുക്കുക, നല്ലതുപോലെ കഴിക്കുക. ഇത് ക്ലീൻ ചെയ്യാനാണെങ്കിലോ ഒന്നും തന്നെ ഇല്ല ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറ്റുന്നതാണ് കേട്ടോ. ഇതൊരു നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഈസിലി വാഷബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചിപ്സും കൂടെ, കുഞ്ഞുങ്ങളുടെ ചിപ്സും കൂടെ ഞാൻ ഇട്ട് കാണിച്ചു തരാം, അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ തന്നെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ചിപ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അതിനകത്തോട്ടൊന്ന് മെഷീനകത്തോട്ടൊന്ന് വെക്കുക. അതിനുശേഷം നമുക്ക് മോഡ് സെറ്റ് ചെയ്യണം ഏതാണെന്നുള്ളത്. ഞാനിപ്പോൾ ഫ്രൈസ് എന്നുള്ള മോഡാണ്, അത് നമ്പർ 1 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് മെയിൻ ഓപ്ഷനിൽ പോയി ഞാനിത് 1 ആക്കിയിട്ട് ഇതൊന്ന് പ്ലേ ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7500-ഓളം രൂപയാണ്. നമുക്ക് നമ്മുടെ മംസ് ഡെയിലി സബ്സ്ക്രൈബേഴ്സിന് ഒരു 30% ഡിസ്കൗണ്ട് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ താഴെ കൊടുക്കാം. അപ്പോൾ ഫ്രൈസ് അവിടെ ആവട്ടെ. ആ നേരം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ബുക്ക് കാണിക്കാം. ഇത് മേടിക്കുമ്പോൾ നമുക്കൊരു റെസിപ്പി ബുക്ക് കിട്ടും കേട്ടോ. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്, ഏത് മോഡിൽ വെക്കാം, എങ്ങനെ ഉണ്ടാക്കാം എന്ന്. നല്ല അടിപൊളി റെസിപ്പീസാണ്. ഇതിനകത്തൊരു മീറ്റ് ബോളിൻ്റെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ലാവ കേക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു. അത് രണ്ടും ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു, നല്ല അടിപൊളിയായിട്ട് വന്നു. ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള ചിക്കൻ നഗറ്റ്സും അതുപോലെ ചെമ്മീനിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഫ്രൈസ് എന്തായെന്ന് നോക്കാം. അപ്പോൾ അതാ ഫ്രൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല മെക്ഡോണൽഡ്സ് ഫ്രൈസ് പോലെയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേടിക്കാൻ നോക്കുക. നമ്മുടെ ഒരു ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും, കൊളസ്ട്രോൾ ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ അറ്റത്തൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാർക്കും, ആ ഒരു ബോർഡറിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഈ ഒരു മെഷീൻ. എല്ലാവരും ഈ എയർ ഫ്രയർ മേടിക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം കമൻറ്റ്സ് ബോക്സിൽ, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 30%ഓളം ഓഫ് ഉണ്ടാവും, 30% നിങ്ങൾക്കൊരു ഓഫ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇത് തന്നെ മേടിക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല. എയർ ഫ്രയർ നല്ലതാണ് നമ്മുടെ വീട്ടിലോട്ട്. നമ്മളൊരു കുറച്ചൊരു ഇൻവെസ്റ്റ് ചെയ്ത് ഒരു എയർ ഫ്രയർ മേടിച്ചെന്നാൽ അത് കാലാകാലത്തോളം ഉണ്ടാവുന്ന മാത്രമല്ല, നമ്മുടെ ആരോഗ്യം എപ്പോഴും നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചോദിക്കുക, എൻ്റെ അടുത്ത് കമൻസിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.